ഉണ്ടായിരുന്നു ഒരു 15 ദിവസം. ഞാൻ ആക്ച്വലി തിരിച്ച് വന്നിട്ട് 9, 10, 11, 12, 13 6 ദിവസത്തോളമായി. താങ്കളിപ്പം ഉംറ കഴിഞ്ഞ് വന്നതല്ലേ? ഉംറ കഴിഞ്ഞ് വന്ന താങ്കൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും സ്ക്രീനിൻ്റെ മുന്നിൽ വന്നാൽ മതിയായിരുന്നു. സാധാരണ നമ്മളെ അറിവിലൊക്കെ അങ്ങനെയാണ്. ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ അതേ 15 ദിവസം തന്നെ നമ്മളൊരു സ്ക്രീനിൻ്റെ മുന്നിലോ വീടിന് പുറത്തോ എവിടെയും പോയില്ല. അതേപോലെ തന്നെ ഹജ്ജിന് പോയാലും എത്ര ദിവസത്തേക്കാണോ നമ്മൾ ഹജ്ജ് കർമ്മം ചെയ്യുന്നത് അതേ ദിവസം തന്നെ നമ്മൾ വീട്ടിന് പുറത്തിറങ്ങാണ്ട് നമ്മളവിടെ തന്നെ ഇരിക്കും. എന്നാലാണ് ആ ഹജ്ജ് കർമ്മം പൂർത്തിയായി എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി ഇതിലറിവ് വേറെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അല്ല, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ആ 40 ദിവസം വരെ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നു പോയാൽ എന്താ ചെയ്യുക? അസുഖം വന്നാലൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് പോകും, നമുക്ക് വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കണം. നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ തിരിച്ച് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും വീഡിയോ ഇല്ലാത്തതെന്ന്. അതല്ല, വന്നിട്ട് കുറേ ദിവസമായി, പക്ഷെ വീഡിയോ ഇടാനൊന്നും തോന്നുന്നില്ല. വന്നിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നെല്ലാം എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത്രയും പുണ്യം ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പോയാൽ തിരിച്ച് വരാണ്ടിരിക്കുള്ളൂ. അത്ര വലിയ പുണ്യമൊന്നും നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ 24-ാം തീയതിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലും ആയിരുന്നില്ല. ഈ ഉംറ ഫാഷനാക്കി എടുത്തവർക്ക് മാത്രമേ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാനും ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ തോന്നും. പക്ഷേങ്കിൽ ഈ ഉംറ ഒരു കർമ്മമായിട്ട് ഏറ്റെടുത്തവർക്ക് ഒരിക്കലും ഒരു വീഡിയോ എടുക്കാനോ അത് പ്രചരിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കന്നെ വേണം. മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ കർമ്മം പൂർത്തിയാകൂ. ഈ മൊബൈലും കാര്യങ്ങളൊക്കെ തന്നെ ഇബ്ലീസാണ്. കാരണം അതന്നെ നമ്മൾ കുറ്റം കിട്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത് ഞാനായാലും നിങ്ങളായാലും ആരും അതൊന്നും ഓർമ്മിക്കില്ല. നമുക്ക് നമ്മളൊരു ടൈം പാസ് മാത്രമാണ് നമ്മൾ ഈ ഒരു മൊബൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിനൊക്കെ നാളെ ദൈവത്തിൻ്റെ കോടതിയിൽ നമ്മൾ മാപ്പിന് അപേക്ഷിക്കേണ്ടി തന്നെ വരും. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എൻ്റെ കൂടെ എൻ്റെ 2ാമത്തെ ആങ്ങളെയും ഭാര്യയും അവരുടെ ചെറിയ മോളും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഇവിടുന്ന് പോകുന്നത്. കോഴിക്കോട് നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. നമ്മളവിടെ എത്തുമ്പോഴേക്കും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ കാണാനും വേണ്ടിയിട്ട് കുറച്ച് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും എന്നെ കാണാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ സർവ്വസാധാരണ. കാരണം എന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ കുറച്ച് പ്രശസ്തി ആർജിച്ചവരും ഈ സിനിമാ നടികൾ നടന്മാരെന്നാണല്ലോ, അവരെല്ലാം ഒരു നോക്ക് കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്ന ജനങ്ങളുണ്ടല്ലോ, അതുപോലത്തെ ആൾക്കാരായിരിക്കും. കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും താങ്കളെ കാണാൻ വേണ്ടി എയർപോർട്ടിലൊക്കെ വന്നിട്ടുണ്ടാവുക. പിന്നെ കാബൻ്റെ അവിടെ നിന്ന് ആകെ എടുത്തിട്ടുള്ള കുറച്ച് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ബാങ്ക് കൊടുക്കുമ്പോൾ എന്നും എപ്പോഴും ഇടയ്ക്ക് നമ്മൾ എടുത്ത് നോക്കാനും ഓർമ്മിക്കാനും വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്ന സംഭവം കാബ ഇതാക്കിയിട്ട് വീഡിയോ എത്ര ദിവസങ്ങൾക്ക് ശേഷം, ഇതൊന്നും ഉംറൻ്റെ ഇടയ്ക്കല്ല കേട്ടോ, ഉംറ കർമ്മങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും എൻ്റെ ഫോണോ അല്ലെങ്കിൽ ക്യാമറയോ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടേ ഇല്ല. കുറച്ച് പേരെങ്കിലും ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണെങ്കിലും കാബ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ട് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കില്ല. അങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമായിരുന്നു, അല്ലാതെ എൻ്റെ ഉംറ കർമ്മങ്ങൾ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും പോയതല്ല. അത് ഏതായാലും നല്ല കാര്യം. കാരണം വെച്ചാൽ ഉംറ ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടി പോയതൊന്നല്ല എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിർവഹിച്ചിട്ട് താങ്കൾ തിരിച്ച് നാട്ടിലെത്തി മക്കളെ കാണാനെല്ലാം അള്ളാഹു തൗഫീക്ക് ചെയ്തു. അതുകൊണ്ട് പടച്ചവനിലേക്ക് ഒരുപാട് സ്തുതി പറയുക. പക്ഷേ എങ്കിൽ ഉംറ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു സ്ക്രീനിൻ്റെ മുന്നിലേക്ക്.